പുള്ളിക്കാരിയുടെ എനിക്ക് തോന്നുന്നു ഒരു മേക്ക് ഓവർ ഫസ്റ്റ് ലെയർ ഞങ്ങൾ തന്നെ ചെയ്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ലെയറിൽ മൈക്രോ ബ്ലേഡിങ് ആണ് പുള്ളിക്കാരി ചെയ്തത്. അതിനുശേഷം നമ്മൾ സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ കൊടുത്തു. അത് എല്ലാവർക്കും ആ ഒരു വ്യത്യാസം ചേഞ്ച് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവർക്കും ആദ്യത്തെ വീഡിയോസും ഇപ്പോഴത്തെ വീഡിയോസും ഒക്കെ തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാത്തത് ഹെയറാണ്. അപ്പോൾ അങ്ങനെ ഒരു 3 സർവീസുകൾ 2 മാസമായിട്ട് രേണു നമ്മുടെ ക്ലയൻറ്റാണ്. നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചേഞ്ചസാണ് നിങ്ങളെല്ലാം കണ്ടത്. പക്ഷേ പുള്ളിക്കാരിക്ക് എല്ലാവർക്കും ഒരു മീഡിയയുടെ മുന്നിൽ വരുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. പക്ഷേ പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. ഞങ്ങളായിട്ട് പറഞ്ഞത് ചേച്ചിയാണ് ശരിക്കും കുറച്ചുകൂടി ഒരു നമുക്കൊരു എന്താ പറയുക ഒന്ന് പ്രസൻറ്റബിൾ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കും. പക്ഷെ അത് നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് അത് കോൺഫിഡൻസ് ലെവൽ കൂട്ടി. എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് പുള്ളിക്കാരുടെ ഒരു ചേഞ്ച് എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അതാണ് ഞങ്ങൾ ചെയ്തത്. ശരിക്കും നിങ്ങൾ എന്ന് പറയുന്ന ആളാരാണോ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് റൂമ. ഞാൻ 2017 ഞാൻ യു.എസിലായിരുന്നു. ഞാനിവിടെ വന്ന് കോസ്മെറ്റോളജി ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിൽ മെയിനായിട്ട് നമ്മൾ ഈ മേക്ക് ഓവർ സെക്ഷനാണ് ഞങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതായത് പെർമനൻറ്റ് മേക്ക് ഓവർ. ഇപ്പോൾ മേക്കപ്പ് എല്ലാവരും ചെയ്യും. നമ്മളൊരു 24 hours കഴിയുമ്പോൾ അതെല്ലാം വാഷ് ഔട്ട് ചെയ്യുന്നത്. അതായത് ഒരാളുടെ ഡിഫക്റ്റ് അതല്ല ഫേസിലെ ഡിഫക്റ്റുകൾ പെർമനൻ്റായിട്ട് ഞങ്ങൾ കവർ ചെയ്ത് കൊടുക്കുന്ന ഒരു സർവീസാണ് പെർമനൻറ്റ് കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്ലിനിക്ക് എക്സ്ക്ലൂസീവ് ക്ലിനിക്ക് നമുക്ക് കൊച്ചിയിലുണ്ട്, കൊല്ലത്തുണ്ട്, കാലിക്കറ്റുണ്ട്. 3 സ്ഥലത്താണ്. എന്താണ് ക്ലിനിക്ക് പേര്? റൂമ പെർമനൻറ്റ് കോസ്മെറ്റിക്സ്. എല്ലാവർക്കും അറിയാൻ ആഗ്രഹം, ഇത് പെർമനൻ്റ് ആണോ, ഇത് വളരുമോ, അതിന് ഗ്രോത്ത് ഉണ്ടോ, അങ്ങനെ ഇങ്ങനെ? ഒരാൾക്ക് ഐബ്രോസ് ഇല്ലെങ്കിൽ മൈക്രോ ബ്ലേഡിങ്ങിലൂടെ നമുക്ക് ഒരാളുടെ ഐബ്രോസ് ഷേപ്പ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫേസ് മേക്ക് ഓവർ അതായത് മോർഫോളജി മെഷർമെൻറ്റ് വെച്ചിട്ട് ഒരാളുടെ ഫേസിലെ ബാക്കി ഫീച്ചേഴ്സ് കൂടെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് നമ്മൾ കൊടുത്തത്. അതിനുശേഷം നമ്മൾ കൊടുത്തത് സ്കിൻ വൈറ്റനിങ് ആണ്. രേണുവിന് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? അതിനകത്ത് ഞാൻ പറഞ്ഞത് മൈക്രോ ബ്ലേഡിങ്, സ്കിൻ വൈറ്റനിങ്, ഹെയർ എക്സ്റ്റൻഷൻ, ഈ 3 സർവീസാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം പെർമനൻറ്റ് സൊല്യൂഷനാണ്. എത്രത്തോളം എക്സ്പെൻസീവ് ആണ് ഇത്? എക്സ്പെൻസീവ് അവരൊരിക്കലും ഞങ്ങൾക്ക് പേ ചെയ്തിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഞങ്ങളായിട്ട് അവർക്കൊരു എന്താ പറയുക, മെയിനായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ആദ്യത്തെ വീഡിയോസിലൊക്കെ അവരുടെ വൈരൂപ്യം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഡിഫക്റ്റുകളെ ഒത്തിരി നെഗറ്റീവായിട്ട് ട്രോൾ ചെയ്യുന്നതുണ്ട്. അത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചതാണ് ഇവർക്കൊരു നല്ലൊരു മേക്ക് ഓവർ കൊടുക്കുക എന്ന്. ഞാൻ വിളിച്ച് പുള്ളിക്കാരിക്ക് നല്ലൊരു മേക്ക് ഓവർ കൊടുത്തതാണ്. അല്ലാതെ അവരൊരു പൈസ പോലും ഇത് ചിലവാക്കിയിട്ടില്ല. മറ്റൊരാളാണ് ഇത് ചെയ്യാൻ വരുന്നെങ്കിൽ എത്ര എക്സ്പെൻസീവ്? കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇത് പെർമനൻറ്റ് സൊല്യൂഷനാണ്. നിങ്ങളുടെ മേക്ക് ഓവർ വന്നു കഴിഞ്ഞാൽ ഇത് പെർമനൻ്റ് ആണ്. നിങ്ങളുടെ എല്ലാ ഡിഫക്ട്സുകളും നമുക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ ക്യൂർ ചെയ്യാം. എബോ ലക്ഷങ്ങളൊക്കെ ഉണ്ട്. എബോ ലക്ഷം ചിലപ്പോൾ ഡിപ്പെൻസ് പറയാൻ പറ്റില്ല. ഒരു നമ്മുടെ ക്ലിനിക്ക് തന്നെ യൂസ് കോസ്മെറ്റോളജിയാണ്, യൂസ് ബേസ്ഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ ക്വാളിറ്റി സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ റിസൾട്ടാണ് നിങ്ങൾ രേണുവിന് കണ്ടത്. നിങ്ങളുടെ അവിടെ വന്നതിന് ശേഷം നമുക്ക് രേണുവിനെ അതിന് മുൻപും പിൻപും എന്ന് വേണമെങ്കിൽ രേണുവിനെ നമുക്ക് വേർതിരിക്കാൻ പറ്റും. നിങ്ങൾ തന്നെ മീഡിയാസ് ആ രേണു മുൻപും പിൻപും ഇപ്പോഴത്തെ മേക്കോർ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വീഡിയോസ് പോകുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട്. അതിന് പിന്നിൽ നിങ്ങളായിരുന്നു ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. ചില വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ചില ഓൺലൈൻ വീഡിയോസ് പോകുന്നുണ്ട്. പേഴ്സണലി രേണുവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ നല്ലൊരു വ്യക്തിത്വം. എനിക്ക് അറിയില്ല ശരിക്കും ഈ ഒരു ലേഡിയെ കുറിച്ചിട്ട് എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. രേണുവിൻ്റെ ഒരു മേക്ക് ഓവർ ഇല്ല വീഡിയോസ് കാണുമ്പോൾ ഇങ്ങനെ ഒത്തിരി പേര് ഇവർ ട്രോൾ ചെയ്യും നെഗറ്റീവ് ചെയ്ത് കണ്ടപ്പോൾ ഞാനിത് കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത്. ഞങ്ങളധികം ഇങ്ങനെ നമ്മുടെ അടുത്ത് വരുന്ന സെലിബ്രിറ്റീസിനെ ആരെക്കുറിച്ചും ക്ലയൻസിനെ കുറിച്ചിട്ട് അധികം പേഴ്സണലി ഞങ്ങളൊരു കണക്ഷൻ വെക്കാറില്ല. ശരിക്കും നമ്മുടെ ജോലി എന്താണോ അവർക്ക് നല്ലൊരു മേക്ക് ഓവർ കൊടുക്കുക, പെർമനൻ്റ് ആയിട്ടുള്ളത് അതിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. എനിക്ക് എൻ്റെ അടുത്ത് വന്നെടുത്തോളം എനിക്ക് മനസ്സിലായിട്ട് വളരെ ജെന്യുവനായിട്ടുള്ള ലേഡി ആയിട്ടാണ്. പിന്നെ അവരുടെ പ്രൊഫഷൻ എനിക്ക് അറിയില്ല അതിനെക്കുറിച്ചിട്ടൊന്നും. ബാക്കി ഡീറ്റെയിൽസ് പേഴ്സണലി ആൾക്കാർ ഒരുപാട് നെഗറ്റീവ് പറയുന്നുള്ളൂ. ഒരു വുമൺ എന്നുള്ള രീതിയിൽ എന്താണ് ഒരു ഞാൻ പറയട്ടെ, ഏതൊരു സ്ത്രീ ആണെങ്കിലും മാക്സിമം ആയി ഒരു സ്ത്രീ ഇങ്ങനെ പിടിച്ചു നിൽക്കില്ല. എനിക്ക് മനസ്സിലായത് ഭയങ്കര ബോൾഡായിട്ട് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോഴൊക്കെ ഒത്തിരി പേര് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ചോദിച്ചാൽ ജീവിക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരും ഓരോ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അത് എങ്ങനെ അഭിനയിക്കണം എങ്ങനെ അല്ലേ, അതെല്ലാം അവരുടെ രീതി, അവരുടെ ഒരു ചോയ്സാണ്. മറ്റുള്ളവർ അതിൽ തലയെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ഓരോരുത്തരുടെ എന്താ പറയുക ഡിഫക്റ്റുകൾ. ഇപ്പോൾ ഒരാൾക്കൊരു വൈരൂപ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നെന്ന് വിചാരിച്ചിട്ട് അതിന് മോശമായിട്ട് അവർ ആ പ്രൊഫഷൻ ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് നാളെ ഇതിനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതോട് എനിക്ക് ചോദിക്കാനുള്ളത്, അവർ ആ രേണു എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് മോശമായിട്ട് പറയുന്നില്ല അല്ലേ. സമൂഹത്തിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എത്രയോ ആളുകൾ വളരെ മോശമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ രേണുവിന് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയുന്നില്ല. അവരൊരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് അവർ നല്ലപോലെ സക്സസ് ആയിട്ട് പോകുന്നു. പക്ഷെ അവരെ എത്രത്തോളം കലറിയുന്നു അത്രത്തോളം ആ കുട്ടി വളരെയാണ്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം.
അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ഈ ബാഡ് കമൻറ്റ്സ് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരോട് അവരവരുടെ വഴിക്ക് വിടുക. എല്ലാവരും അവരവരുടെ ജോലി ചെയ്ത് ജീവിക്കട്ടെ. എല്ലാവർക്കും അതിൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ രേണുവിന് മാത്രം എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒഴിവാക്കുക. ഇതുപോലെ നിങ്ങളിപ്പോൾ വന്നത് രേണുവിന് പറഞ്ഞ ചോയ്സ് ആയിട്ടല്ലേ, നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. പക്ഷെ രേണുവിൻ്റെ മേക്ക് ഓവർ ഞങ്ങൾ ചെയ്തു. ഇനി ആ കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അടുത്ത മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ മേക്ക് ഓവർ വന്നപ്പോൾ ഒത്തിരി കമൻറ്റ്സ് ഞാൻ ശ്രദ്ധിച്ചു. ഈ കുട്ടിക്ക് ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് ഇങ്ങനെ മേക്ക് ഓവർ ചെയ്യാൻ പൈസയുണ്ട്, അവരുടെ വീട്ടിലേക്ക് കൊടുക്കാൻ പൈസ ഇല്ലെന്നാണ്. ഒരിക്കലും ഞങ്ങൾ പൈസ വാങ്ങിച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്, അത് ഫ്രീ സർവീസാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് രേണുവിലോട്ട് എത്താനുള്ള ഒരു കാരണം മാഡം? രേണു ഞാൻ ഒത്തിരി ഈ എന്താ പറയുക, ഒരു ഭംഗി കുറവ് എന്നുള്ള രീതിയിൽ ആ കുട്ടിയെ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ നിൽക്കാനുള്ള ഒരു കഴിവില്ല, ഭംഗിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഒത്തിരി അതിനെ താഴ്ത്തി കെട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എന്താ ഞങ്ങളുടെ ജോലി എന്ന് വെച്ചാൽ എന്താ, ഒരാളുടെ ഭംഗിയില്ലായ്മയെ കുറിച്ച് ഭംഗി ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയൊരു കാൻഡിഡേറ്റ് എനിക്ക് തോന്നി. അതിനൊരു കോൺഫിഡൻസ്, അതിന് ഫിനാൻഷ്യലി ഭയങ്കര പോരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമ്മളിന്നൊരു മേക്ക് ഓവർ ചെയ്താൽ ഞങ്ങളുടെ ബിസിനസ്സിനെയും ശരിക്കും അത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആകും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ സർവീസ് എന്താണെന്ന് ആളുകളിലോട്ട് എത്തിക്കാനും കൂടെ തന്നെയാണ് ഞാൻ ചെയ്തത്. അല്ലേ, അതല്ലേ കറക്റ്റ്? അല്ലാതെ ഈ സെയിം കാര്യം തന്നെയാണ് ഈ മീഡിയയും ചെയ്യുന്നത്. അതെ 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 അതെ, നമ്മൾ എല്ലാവരും ജീവിക്കാനൊന്ന് അനുവദിക്കുക, അത്രയേ ഉള്ളൂ. എല്ലാവരും അവരവരുടെ പ്രൊഫഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകട്ടെ. അത് ബാക്കിയുള്ളവർ അവരുടെ പുറകെ നടന്ന് അവരുടെ കോൺഫിഡൻസ് കളയാമെന്ന് വെച്ചാൽ, പക്ഷേ ഇക്കാലത്ത് നടക്കില്ല. പണ്ടുള്ള കാലത്ത് സ്ത്രീകൾ ചിലപ്പോൾ പുറകോട്ട് പോകുമായിരിക്കും. ഇപ്പോഴത്തെ രേണുവിന് പോലുള്ള ആളുകൾ ഒത്തിരി സ്ത്രീകൾക്ക് കുറച്ചുകൂടെ എന്താ പറയുക, റോൾ മോഡലായെന്ന് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ എന്ത് നെഗറ്റീവ്സ് വന്നാലും നമ്മളതിന് മൈൻഡ് ആയിരുന്നാൽ നമുക്ക് മേളിലോട്ട്, നമ്മുടെ ആ ഒരു പ്രൊഫഷനിൽ മേളിലോട്ട് വരും എന്നുള്ളൊരു തെളിവാണ് രേണു. റൈറ്റ്.